അങ്ങനെ ഇന്നാണ് ആ സുദിനം. 10 ദിവസം കൂടുമ്പോൾ മാത്രം ഞാൻ തുണി അലക്കുന്ന ഒരു പ്രത്യേകതരം ദിനമാണിന്ന്. ഡെയിലി തുണി അലക്കൽ നമുക്ക് മുതലാവുന്ന കേസല്ല. കാരണം ഒരു വാഷിന് ഇവിടെ ഏകദേശം 3.5 യൂറോ നമ്മൾ പൈസ അടയ്ക്കണം. അപ്പോൾ എന്നും തുണി അലക്കണമെങ്കിൽ ഞാൻ വല്ല അംബാനിയുടെ കൊച്ചുമോളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം നമ്മുടെ നീറ്റിക്കിടുന്ന ഡ്രസ്സിൻ്റെ ലാസ്റ്റ് പെയർ എത്തുമ്പോൾ നമ്മളിതെല്ലാം കൊണ്ട് കഴുകിയിട്ട് വന്ന് ഉണങ്ങിയെടുക്കുക. അങ്ങനെ അടുത്ത സൈക്കിൾ പോവും. അതാണ് നടക്കുന്നത്. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ലൈക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കേസ് ഹോസ്റ്റലിലോ വേറെ എവിടെയെങ്കിലും നാട്ടിൽ തന്നെ അല്ലെങ്കിൽ എപ്പോഴും എങ്ങോട്ടെങ്കിലുമൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എന്താ? ഞാൻ ചോദിച്ചവരെല്ലാവരും എൻ്റെ അടുത്ത് പറയുക അമ്മ ഉണ്ടാക്കണ ആ ഫുഡ്, ഈ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫുഡിനേക്കാളും ഉപരി തുണി അലക്കലാണ്. നാട്ടിലായിരിക്കുമ്പോൾ വീട്ടിലെപ്പോഴും അമ്മ തുണി അലക്കാൻ പോകുന്നത് തോട്ടിലാണ്. കാര്യം വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും പൊരാളി അത് ഉപയോഗിക്കുന്നത് ഒൺലി ഫോർ തുണി പിഴിയൽ ആൻഡ് ഫോർ ഉണക്കൽ. അമ്മയുടെ കൂടെയുള്ള തുണി അലക്കൽ ഭയങ്കര രസമാണ്. ആളെന്നും രാവിലെ ഏകദേശം ഒരു 7 മണിയാകുമ്പോഴത്തേനും പണിക്ക് പോകും. അപ്പോൾ അതിന് മുമ്പേ ആശയത്തിൽ കോഴി പോകുന്നതിന് മുമ്പേ തുണിയെല്ലാം പെറുക്കി കെട്ടി തോട്ടിൽ പോയി അലക്കിയിട്ട് വരും. വീക്ക് ഡേയ്സ് ആണെങ്കിൽ. വീക്കെൻഡ് ആണെങ്കിൽ ഞങ്ങൾ സാറ്റർഡേയും സൺഡേയും പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് അലക്കാണ്. സൺഡേ ആണെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ അലക്കം ഉണങ്ങും പെറുക്കും തന്നെ. സാറ്റർഡേ ആണെങ്കിൽ ഇതേപോലെ വൈകുന്നേരങ്ങളിലാണ്. എൻ്റെ അമ്മയുടെയും ഞങ്ങളുടെ പരദൂഷണ കമ്മിറ്റി കൂടുന്ന സമയമാണ് ഈ തോട്ടിൽ പോയിരിക്കുന്ന ടൈം. വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരെയല്ല, ജസ്റ്റ് ഒരു 100-300 മീറ്റർ താഴെ ഉള്ളൂ തോട്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ വെച്ച് പരസ്പരം പറയാൻ പറ്റാത്ത പലതരം പരദൂഷണങ്ങളും നാട്ടിൽ നിന്ന് കിട്ടിയ കഥകളും കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ കഥകളും എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന ടൈമാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമസമാധാനപരമായിട്ട് പോകുന്ന വീട്ടിൽ KGF-ൻ്റെ 3ഉം 4ഉം 5ഉം വരെ എൻ്റെ അച്ഛൻ ഓടിക്കും ഞങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ. അമ്മയുടെ അലക്കം കഴിഞ്ഞിട്ട് വേറൊരു പ്രത്യേകതരം പരിപാടിയുണ്ട് ശനിയാഴ്ചകളിൽ. നമ്മൾ ഈ തുണി ഉണങ്ങാനായിട്ട് അങ്ങോട്ട് കാവലിരുത്തും. അങ്ങനെ എന്നിട്ട് 1 മണിക്കൂറിൽ ഒരു 50 പ്രാവശ്യം വിളിച്ചു ചോദിക്കും, ആ തുണി ഉണങ്ങിയോ, അത് മറിച്ചിട്ടോ, അത് തിരിച്ചിട്ടോ, അങ്ങനെ ആക്കിയോ ഇങ്ങനെ ആക്കിയോ. 4 വൈകുന്നേരം വരുമ്പോൾ പറയും ഈ തുണി ഉണങ്ങിയത് ശരിയായിട്ടില്ല, ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഈ പെമ്പിള്ളാർ ഇവിടെ ഇരുത്തിയിട്ട് പോയി ഇതന്നെ പ്രശ്നമെന്ന്. ഇപ്പോൾ എപ്പോഴും ഈ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് ഇവിടെ തുണി അലക്കിയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഇതൊന്നും പറയാൻ നമുക്ക് ആരുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എന്ത് രസമായിരുന്നു, വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ പറയും പെറുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ ആരുമില്ല. അതെൻ്റെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും, അന്നൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒന്ന് തുണി അലക്കിക്കൊണ്ട് ഇവിടെ നിന്നോ, ഒന്നും വേണ്ട, രക്ഷപ്പെടരുത് കേട്ടോ, ഇവിടെ തന്നെ വന്ന് നിന്നോന്ന് പറയും. അപ്പോൾ പിന്നെ ആ ചൂടും അങ്ങ് പോകും, ആ മിസ്സടിക്കലും അങ്ങോട്ട് പോകും. ഇതും പോരാഞ്ഞിട്ട് മാതാശ്രീ പറയുന്നത്, ഇത്ര വിഷമാണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കൊച്ചു ഇവിടെ വരുമ്പോൾ അലക്കോ പെറുക്കോ ഉണങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന്. ഇങ്ങനത്തെ കാര്യങ്ങൾ എത്ര പേർക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒരു കാര്യം എനിക്കറിയാം, അതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ടായിരുന്നു. ഒരു പക്ഷേ ഇനിയും ഒരിക്കലും തിരിച്ചു വരാത്തൊരു പാർട്ട്.